ഹലോ ഫ്രണ്ട്സ്, ട്യൂട്ടർ വോൾട്ടിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം പറയാൻ വന്നതാണ്. കാരണം ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് അല്ലെങ്കിൽ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത് നിരവധി യൂട്യൂബേഴ്സ് അവരുടെ യൂട്യൂബ് ചാനലിൽ 500 സബ് വരുമ്പോഴും അല്ലെങ്കിൽ 1K സബ് വരുമ്പോഴും അതിപ്പോൾ 10,000 ആയിക്കോട്ടെ 1,00,000 ആയിക്കോട്ടെ ഒരു പ്രത്യേക ഫിഗർ എത്തിക്കഴിയുമ്പോഴത്തേനും അവരുടെ ലൈവ് കൗണ്ട് റെക്കോർഡ് ചെയ്ത് അവർ ആഘോഷിക്കുന്നതിൻ്റെ പല വീഡിയോസുകളും നമ്മൾ കണ്ടിട്ടുണ്ടാകും. അപ്പോൾ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടായിരിക്കും, വല്ല തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ടാണോ ഈ യൂട്യൂബ് സബ്സ്ക്രൈബർ വരുന്നതിൻ്റെ ലൈവ് കൗണ്ട് അവർ വീഡിയോ റെക്കോർഡ് ചെയ്ത് കാണിക്കുന്നതെന്ന്. എന്നാൽ ഇത് ലൈവ് കൗണ്ട് കാണിക്കുന്നതിന് അവർ റെക്കോർഡൊന്നും ചെയ്ത് വേറെ തേർഡ് പാർട്ടി ആപ്പൊന്നും യൂസ് ചെയ്യുന്നില്ല. നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലുള്ള ലൈവ് കൗണ്ട് കാണാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഒത്തിരി ആളുകൾക്ക് അതിനെക്കുറിച്ച് അറിയത്തില്ലായിരിക്കും. കാരണം നിരവധി ആളുകളും കാണുന്നത് ഈ യൂട്യൂബേഴ്സ് അവരുടെ 1,00,000 സബ്സ്ക്രൈബർ, 10,000 സബ്സ്ക്രൈബർ അല്ലെങ്കിൽ 1 കോടി സബ്സ്ക്രൈബറൊക്കെ വരുന്നതിൻ്റെ ലൈവ് കൗണ്ടിങ് എടുക്കുന്നതിൻ്റെ വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യുമ്പോൾ നമ്മൾ വിചാരിച്ചിട്ടുണ്ട് ഇതെങ്ങനെയാണ് ഈ ഒരു ലൈവ് കൗണ്ട് ഇവർ അപ്ലോഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ലൈവ് കൗണ്ട് ഇവർ റെക്കോർഡ് ചെയ്യുന്നതെന്നാണ്. ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് തന്നെ ചെയ്യാവുന്നൊരു കാര്യമുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് എങ്ങനെയാണ് നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ സബ്സ്ക്രൈബർ കൗണ്ട് ലൈവായിട്ട് കൂടുന്നത് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞു തരാൻ പോകുന്നത്. ഞാൻ ആദ്യമായിട്ട് യൂട്യൂബിൽ ലൈവ് കൗണ്ട് കാണുന്നത്, അല്ലെങ്കിൽ നിരവധി ആളുകൾ ചെയ്തിട്ടുണ്ടെങ്കിലും ലൈവ് കൗണ്ട് ഇങ്ങനെ കാണുന്നതിൻ്റെ ഒരു വീഡിയോ കാണുന്നത് നമ്മുടെ M4Techൻ്റെ ജിജോ മച്ചാൻ്റെ M4Techൻ്റെ 1 കോടി സബ്സ്ക്രൈബർ എത്തുന്നതിൻ്റെ ഒരു ലൈവ് കൗണ്ടിങ് ആണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. അപ്പോൾ നമ്മുടെ ചാനലിൽ ഒരു 1,00,000 പോലും സബ്സ്ക്രൈബർ ഇല്ലാത്തതുകൊണ്ട് നമുക്കതും ചെയ്യേണ്ട വന്നില്ല. പക്ഷേ നമ്മുടെ ചാനലിലും ചെയ്യും ഒരു സമയത്ത്. അതെന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കാം, നമുക്ക് എപ്പോൾ അത് ചെയ്യാം എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഓർത്ത്. ഞാനിപ്പോൾ നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്തിരിക്കുന്നത് ക്രോം ബ്രൗസർ ഉപയോഗിച്ചുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ ക്രോം ബ്രൗസർ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ യൂട്യൂബ് ചാനൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ ശേഷം അതിൽ നിന്നും നിങ്ങളുടെ യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യുക. ക്രോമിലൂടെ തന്നെ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ ഡാഷ്ബോർഡാണ് കാണിക്കുന്നത്. ഈ ഡാഷ്ബോർഡിൻ്റെ ഇവിടെയായിട്ട് നമുക്ക് സൂം ചെയ്യുകയാണെങ്കിൽ ഇവിടെ അനലറ്റിക്സ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് തൊട്ട് താഴെ കാണുന്നത് അത് നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ ഈ ഒരു ലോഗോ കഴിഞ്ഞ ശേഷം ഡാഷ്ബോർഡാണ്. പിന്നെ കണ്ടൻറ്റ് എന്ന് പറയുന്ന കണ്ടൻറ്റ് ലിസ്റ്റ്, പിന്നെ താഴെ വരുന്നത് മൂന്നാമതായി വരുന്നത് അനലറ്റിക്സ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാം. ഇതിൻ്റെ അകത്ത് നമ്മുടെ വ്യൂസും ഏണിങ്സും കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ കാണേണ്ടത് ഇവിടെ നമുക്ക് റൈറ്റ് സൈഡിലായിട്ട് ഇങ്ങനെ സൂം ചെയ്ത് നിങ്ങളെ കാണിച്ചു തരാം. ഇവിടെ സി ലൈവ് കൗണ്ട് എന്ന് പറഞ്ഞ് കാണാം. അതായത് ഇവിടെ അപ്ഡേറ്റിംഗ് ലൈവ് നമ്മുടെ സബ്സ്ക്രൈബർ കൗണ്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ താഴെ സി ലൈവ് കൗണ്ട് എന്ന് പറയുന്ന ഒരു സെക്ഷൻ കണ്ടോ, അത് നമുക്ക് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ നമുക്കിവിടെ ലൈവായിട്ട് നമ്മുടെ വ്യൂസ് കൂടുന്നതിൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. ഇവിടെ വ്യൂസ് എടുക്കുകയാണെങ്കിൽ ലാസ്റ്റ് 48 ഹവേഴ്സിൽ വരുന്ന വ്യൂസ് ഇവിടെ അപ്ഡേറ്റ് ആയി വന്നുകൊണ്ടിരിക്കുന്നത് കാണാം. അതുപോലെ അപ്ഡേറ്റിംഗ് ലൈവ് എന്ന് പറയുന്നതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ലൈവായിട്ടുള്ള നമ്മുടെ ചാനലിൻ്റെ ഓരോ ചേഞ്ചസ് കാണാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഡാഷ്ബോർഡ് ആദ്യം തന്നെ നിങ്ങളുടെ യൂട്യൂബ് അക്കൗണ്ട് നിങ്ങൾ ക്രോമിലൂടെ തന്നെ ഓപ്പൺ ചെയ്യുക. അത് കഴിഞ്ഞ ശേഷം ക്രോമിലൂടെ തന്നെ നിങ്ങളുടെ യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ ശേഷം ഞാൻ ഈ പറഞ്ഞ പോലെ ഈ മൂന്നാമത്തെ ഓപ്ഷൻ അനലറ്റിക്സ് തിരഞ്ഞെടുക്കുക. അനലറ്റിക്സ് തിരഞ്ഞെടുത്ത് കഴിയുമ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം അതിൽ കൊടുത്തിട്ടുണ്ട്. വീഡിയോസിൻ്റെ വ്യൂസ്, ഏണിങ്സ് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങൾ അതൊന്നും നോക്കാണ്ട് നിങ്ങൾ താഴെ ഇങ്ങനെ സൂം ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ നമുക്കത് ഇവിടെ ഈ റൈറ്റ് സൈഡിലായിട്ട് സി ലൈവ് കൗണ്ട് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാം. അതിലൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ അതായത് യൂട്യൂബ് ചാനലിൻ്റെ ലൈവ് കൗണ്ട്, അതായത് സബ്സ്ക്രൈബറിൻ്റെ ലൈവ് കൗണ്ട് നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതൊന്ന് ഓപ്പൺ ആയിട്ട് വരട്ടെ, നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ലൈവ് കൗണ്ട് എന്ന് പറയുന്നത് അത് ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ ലൈവ് കൗണ്ട് എന്ന് പറയുന്നത്. ഇത് ചാനലിൻ്റെ സബ്സ്ക്രൈബർ ഇങ്ങനെ കൂടി പോകുന്നതിൻ്റെയാണ്. അതായത് 28 ദിവസം കൊണ്ട് വരുന്ന ഇങ്ങനെ ചാനലിൻ്റെ ഗ്രോയാണ് കാണിച്ചിരിക്കുന്നത്. ഇങ്ങനെ ഇത് കുറഞ്ഞു വരികയാണെങ്കിൽ, അതായത് കൂടുന്നില്ലായിരുന്നെങ്കിൽ ഇതിങ്ങനെ കുറഞ്ഞ് താഴത്തോട്ട് ഡ്രോപ്പ് ചെയ്ത് വന്നേനെ. കാരണം ഇപ്പോൾ ഇത് ഈ മന്ത് തുടങ്ങിയ പിന്നെ ചാനൽ സബ്സ്ക്രൈബർ കൂടുകയാണ് ചെയ്തത് കഴിഞ്ഞ മന്തിനേക്കാളും. അപ്പോൾ അതുകൊണ്ട് ചാനലിൻ്റെ സബ്സ്ക്രൈബർ കൗണ്ട് ഇങ്ങനെ ഗ്രോ ചെയ്ത് ടോപ്പിലേക്ക് എത്തുന്നുണ്ട്. ഇതിപ്പോൾ ലൈവ് കൗണ്ടാട്ടോ. ഇത് നിങ്ങൾക്ക് ചെറിയ സ്ക്രീനിലോ വലിയ സ്ക്രീനിലോ, അപ്പോൾ ടി വിയിലോ വലിയ മോണിറ്ററിലൊക്കെ നിങ്ങൾക്ക് നോക്കാൻ സാധിക്കുന്നതാണ്. അതിപ്പോൾ നിങ്ങൾക്ക് ടി വിയിലേക്ക് കണക്ട് ചെയ്യാം. വലിയ സ്ക്രീനിൽ കാണിക്കുന്നതിന് വേണ്ടി ഇത് നമുക്ക് വലിയ സ്ക്രീനിലേക്ക് കണക്ട് ചെയ്തിട്ട് കാണിച്ചാലും മതി. നിങ്ങളുടെ യൂട്യൂബ് ചാനലിൽ അതിലേക്ക് ഒരു HDMI കേബിൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ സിസ്റ്റത്തിൽ നിന്നോ അല്ലെങ്കിൽ ലാപ്ടോപ്പിൽ നിന്നോ നമുക്ക് കണക്ട് ചെയ്ത ശേഷം നമുക്കത് നമ്മുടെ സ്ക്രീൻ അവിടെ വലിയ ടി വിയിൽ കാണിച്ചിട്ട് അത് റെക്കോർഡ് ചെയ്താൽ മതിയാവും. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് മൊബൈൽ ഫോണിൽ ക്രോമിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ കണക്ട് ചെയ്ത് കഴിഞ്ഞ ശേഷം അതിനകത്ത് ക്രോമിലൂടെ തന്നെ യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ ശേഷം ലൈവ് കൗണ്ട് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ഒരു സബ്സ്ക്രൈബർ ഒന്ന് കൂടുവാണ്
ആണെങ്കിൽ നമുക്ക് കാണാറുണ്ട് ഇത് ലൈവ് ആണോ ഇല്ലയോ എന്ന്. പക്ഷേ സബ്സ്ക്രൈബർ വരുന്നില്ല. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് റീഫ്രഷ് ചെയ്ത് നോക്കാം. ഇനിയിപ്പോൾ അതിൻ്റെ ആണോ ഒന്ന് റീഫ്രഷ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് നമ്മൾ കറക്റ്റ് ലൈവ് കൗണ്ട് തന്നെയാണ് കാണിക്കുന്നത്. അപ്പോൾ ആരും സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ടാണ് ഇങ്ങനെ സ്റ്റക്കായിട്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈവ് കൗണ്ട് കണ്ടുപിടിക്കാൻ പറ്റുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണ് ഇന്ന് ഞാൻ പറഞ്ഞു തന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ മറക്കാതെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്ത് കിടക്കുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനെടുത്ത് ഇതുപോലത്തെ വെറൈറ്റി വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും.